അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡെയിലി വ്ളോഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സംഭവം ഒരു ഡെയിലി വ്ളോഗാണ്. ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് ഞാൻ പിന്നെ രാവിലെ എണീറ്റു, ബ്രഷൊക്കെ ചെയ്തു, പിന്നെ രാവിലത്തെ ഫുഡ് കഴിച്ചു. പിന്നെ അപ്പം നിങ്ങൾ ശരിക്കും ഇത് എന്ത് ഡേ ഇൻ മൈ ലൈഫ് എന്ന്. സോറി ഗൈസ്, എനിക്ക് ചുമ്മാ കിടന്നപ്പോഴാണ് തോന്നിയത് കേട്ടോ ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഐഡിയ. സോറി. ഫുഡൊക്കെ കഴിച്ചു. രാവിലെ ദോശയും ചട്നിയുമായിരുന്നു. പിന്നെ എൻ്റെ ഒരു മൈക്കൊന്നും അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല, കാരണം ചെറിയൊരു വ്ളോഗ് അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഗൈസ് എനിക്ക് കുറച്ച് ഹോമിയോ മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പം ആ മരുന്നുകളൊക്കെ ഞാൻ ഓൾറെഡി കഴിച്ച് അതിലൊന്നും എനിക്ക് താമസിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ കാല് വെടിച്ചൊക്കെ കീറി ആയിരുന്നു ഇരിക്കുന്നത്. പിന്നെ എനിക്കൊരു മരുന്നൊക്കെ കിട്ടി, മരുന്നൊക്കെ ഇട്ടു. ഇപ്പം കാലൊക്കെ ഓക്കെ ആയി വന്നു. ഓക്കെ ആയി വരുന്നു. കീറിയിരിക്കുന്നില്ലേ, വെടിച്ച് കീറി ആ ഭാഗമൊക്കെ ഇപ്പോൾ അടഞ്ഞ് വന്നിട്ടുണ്ട്. അടഞ്ഞടഞ്ഞ് വരികയാണ്. കുറച്ച് നാളും കൂടെ മരുന്ന് തീർന്നു, ആ ഓയിൽമെൻറ്റ് തീർന്നു. എന്നാലും നമുക്ക് ഒന്നും കൂടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. പിന്നെ ഇന്ന് 2 പൊടിയുണ്ട് കഴിക്കാൻ ഹോമിയോടെ. അതിലൊരു മരുന്ന് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചേക്കുക. ഒരു ദിവസം അന്ന് തന്നെ കഴിക്കാനായിരുന്നു. അന്ന് രാത്രി കഴിക്കുമായിരുന്നു പൊടി. പിന്നെ അന്ന് 23-ാം തീയതി രാത്രി അത് 2ഉം കഴിച്ചു കഴിഞ്ഞു. പിന്നെ 14 ദിവസം 14 പൊടി രാവിലെ കഴിക്കാനുണ്ടായിരുന്നു, അതും കഴിച്ചു. അത് ഇന്നും കൂടെ ഉള്ളായിരുന്നു, ലാസ്റ്റ് ആയിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ ഒരു ഗുളിക പോലത്തെ അതില്ലേ, ആ സാധനം ഞാൻ ഹോമിയോ ഫസ്റ്റാണ് കേട്ടോ, ഫസ്റ്റ് ടൈമാണ് അത് കഴിക്കാനുണ്ടായിരുന്നു. അത് ഇന്ന് രാത്രിയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ വൈകിട്ടും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അതും കഴിഞ്ഞു. ഇപ്പം എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ഇരിക്കും, അത്രയൊക്കെ ഉള്ളൂ. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 1:46 ആയിട്ടുണ്ട് കേട്ടോ. 1:46. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഫുഡിന് കറി ഞാൻ കാണിച്ചു. ഗൈസ്, ചോറുണ്ട്, പിന്നെ വഴുതനങ്ങയുടെ ഒരു മെഴുക്കുവരട്ടി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കാടമുട്ടയുണ്ട്. കാടമുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിഷ്ടം. നമുക്ക് എന്തെങ്കിലും കഴിക്കാം അല്ലേ. ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ വഴുതനങ്ങ ഇങ്ങോട്ട് എടുത്ത് ചോറ് നോക്കി കേട്ടോ. ഏതാണ്ട് വെള്ളം അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, ശരി. ചൂടുണ്ട്. ഇതെടുത്തിട്ട് കിട്ടുന്നില്ല ഗൈസ്, അടിയിലോട്ട് പോവാം. ശരി, എടുത്തിട്ട് വെച്ചിട്ട് അടിപൊളി കഴിച്ചിട്ട് വേണം. ഗൈസ്, ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, പുറത്തേക്ക് പോകാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പ്ലാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോകണം, അതിനുവേണ്ടി റെഡിയാവാം. അപ്പോൾ ഗൈസ്, ഗെറ്റ് റെഡി വിത്ത് മീ കാണാനാണ് നിങ്ങളിവിടെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഇതാ. കാണാൻ പറ്റത്തില്ല അല്ലേ എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ, റെഡിയാവുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഗെറ്റ് റെഡി എടുക്കാം.
ഫസ്റ്റ് അപ്പോൾ ഞാൻ എന്താ യൂസ് ചെയ്യുന്നത്, ഇതാണ്ട് ഡാസ്ലറിൻ്റെ ഈ ഒരു സാധനം കുറച്ച് പാടാൻ തോന്നുന്നു. ഡാസ്ലറിൻ്റെ ഈ ഒരു ഐലൈനറാണ് കേട്ടോ, വാട്ടർ പ്രൂഫ് ഐലൈനർ. ഡാസ്ലറിൻ്റെ ഈ ഒരു ഐലൈനർ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഒരു വേലത്ത് എന്താ ആവശ്യമെന്ന്. ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ്, എനിക്ക് പൊട്ട ഇങ്ങനെ ഇടാറിയൂ, കണ്ണാടി മുന്നേ വെച്ച് ഞാൻ ഇടാറിയൂ. ഐലൈനർ ഞാൻ ഓൾറെഡി നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മണ്ടയിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഇതാക്കുന്നുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമ്പോൾ നിങ്ങൾ വിചാരിക്കും എഴുതി ഐലൈനർ മണ്ടേ ഉള്ളു ഇനി എന്ത് ചെയ്യാൻ പോവാന്ന്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതാവും. അപ്പം ഞാൻ ഒന്നും കൂടി എൻ്റെ മണ്ടയിൽ നിന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇയറിംഗ് ഒക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നേരത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് പിങ്ക് മാജിക് ലിപ്സ് എന്നും പറഞ്ഞാൽ കാണിച്ചു തരാം. വീഡിയോ കണ്ട ഫോക്സ് ഡാവുന്നില്ല ഗൈസ്, കണ്ട ഒരു കൈയൊക്കെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. പിങ്ക് മാജിക് ലിപ്സ് എന്നും പറഞ്ഞിട്ടൊരു ലിപ് ബാമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങളിപ്പം ഇത് കണ്ട് കാണുമെന്ന് എനിക്ക് മനസ്സിലായി. നമുക്കിതിട്ട് കൊടുക്കാതെ ഞാൻ എപ്പോഴും ഈ ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഒക്കെ ഇടുന്നതിന് മുന്നേ ഇങ്ങനൊരു സംഭവം ചെയ്യും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ലിപ് ലൈൻ വരച്ചു കൊടുത്താലും ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച് അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ്, എൻ്റെ കയ്യിൽ ഞാൻ ഇതും ഡാസ്ലറിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്കും ഇതാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ലിപ് ലൈനർ ഇല്ല, അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ചാണ് ലിപ് ലൈൻ വരയ്ക്കുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ എങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്, മീൻസ് ഞാൻ ഏത് മെത്തേഡിലാണ് ലിപ് ലൈനർ ഇല്ലാതെ ലിപ് ലൈനൊക്കെ വരയ്ക്കുന്നതെന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇപ്പോൾ അത് കണ്ടവർക്ക് അറിയായിരിക്കാം ഞാൻ എങ്ങനെ ഇടുന്നതെന്ന്. എന്നാലും കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇതിലേ ഇടയ്ക്കിടയ്ക്കൊക്കെ പാളിപ്പോറുണ്ട്. എന്നാലും ഞാനതൊന്ന് അങ്ങനെ അങ്ങോട്ട് മൈൻഡ് ആക്കത്തില്ല. ഓക്കെയാണ് കേട്ടോ. നോക്കട്ടെ കറക്റ്റ്. ഏകദേശം ഓക്കെയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ആക്കി കൊടുക്കാം ലിപ്സ്റ്റിക്ക്. എന്നിട്ട് ഞാനത് ഇങ്ങനെ 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 ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ലിപ് ലൈനർ ഓക്കെ ആയിട്ടുണ്ട്. ലിപ്സ്റ്റിക്കാണ്
ഗൈസ് ഇനി ഒരുങ്ങിയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് ഇതാക്കി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ മുടിയൊന്ന് മാറ്റി കിട്ടിയിട്ടുണ്ട്. കൊള്ളാവാം. അപ്പോൾ എന്തായാലും പോയിട്ട് വന്നിട്ടാണ്. അപ്പോൾ ഗൈസ് അവിടെ നിന്ന് പോയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തു. നേരത്തെ ഇട്ടിരുന്ന ഡ്രസ്സാണ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. വൈകിട്ടത്തെ കട്ടനൊക്കെ കുടിച്ച്, ചായ ഞാൻ കുടിക്കാറില്ല, കട്ടനൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കുക. എന്നിട്ട് കുളിച്ച് രാത്രി ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാൻ. ഇനി അത്രേ ഉള്ള പരിപാടി. കഴിക്കാനുള്ള മരുന്നൊക്കെ ഇല്ലേ, അതൊക്കെ കഴിച്ച് ഉറങ്ങുക, അത്രേ ഉള്ളൂ. ഞാൻ വൈകിട്ടായപ്പോഴത്തേക്കും ഒരു കട്ടൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് കുളിച്ച് സുന്ദരിയായിട്ടൊക്കെ കാണാം. നല്ല മഴക്കോളൊക്കെ ഉണ്ട്. അങ്ങനെ ഗൈസ് ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞു. മുടിയൊക്കെ നനച്ചു. നല്ല മഴയാണ് കേട്ടോ. ഇവിടെ ഞാൻ കാണിച്ചു തരാവേ. മഴയായിരുന്നു, മഴയൊക്കെ തോന്നിട്ടുണ്ട്. എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പേടിയാണ്. നല്ല യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടിയും കൊള്ളിയാനൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഗൈസ് എൻ്റെ ഫോണിൽ ചാർജിൽ ഞാൻ പെട്ടെന്ന് കൊണ്ടുപോയാക്കട്ടെ. എനിക്ക് ഫ്ലാഷൊക്കെ അടിക്കുള്ളൂ കേട്ടോ ക്യാമറയ്ക്കകത്ത്. അപ്പോൾ ഗൈസ് ഞാൻ കട്ടനൊക്കെ കുടിച്ചിട്ട് പാസ്ത കഴിച്ചായിരുന്നു. മൊത്തമൊന്നും കഴിച്ചില്ല. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഏതാണ്ടിപ്പോൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ആണല്ലോ ഇത് തീർത്തത്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ഇത് തീർക്കാം. നാളെ രാവിലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുന്നതായിരിക്കും. നമ്മുടെ ഡെയിലി വ്ലോഗ് കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.